വേദപുസ്തകത്തിലെ ചില പൊതുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ദാവീദ് ശൗലിൻ്റെ മുൻപിൽ നിന്നും ഗുഹയിലേക്ക് ഓടിപ്പോയപ്പോൾ ചമച്ച സങ്കീർത്തനം ഏത്? ഉത്തരം: 57-ാമത്തെ സങ്കീർത്തനം. രണ്ടാമത്തെ ചോദ്യം: ദൈവരാജ്യം കാത്തിരുന്ന വ്യക്തി ആര്? ഉത്തരം: അരിമത്യയിലെ യോസേഫ്. മൂന്നാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ പെട്ടകം ഭവനത്തിൽ വെച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് ആര്? ഉത്തരം: ഒബേദ് ഏദോം. നാലാമത്തെ ചോദ്യം: സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് രഥത്തിൽ വെച്ച് മരിച്ച ഇസ്രായേൽ രാജാവ് ആര്? ഉത്തരം: ആഹാബ് രാജാവ്. അഞ്ചാമത്തെ ചോദ്യം: അഹറോൻ ഗോമേദക കല്ല് ചുമലിൽ വഹിച്ചത് എന്തിന്? ഉത്തരം: ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി. ആറാമത്തെ ചോദ്യം: പരിഹാസിയെ ശാസിക്കുന്നവൻ എന്ത് സമ്പാദിക്കുന്നു? ഉത്തരം: ലജ്ജ. ഏഴാമത്തെ ചോദ്യം: ബർന്നബാസ് ഏതു ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ഉത്തരം: ലേവ്യ ഗോത്രം. എട്ടാമത്തെ ചോദ്യം: നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം: ഹബക്കൂക്ക്. ഒമ്പതാമത്തെ ചോദ്യം: ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് എവിടെ വെച്ച്? ഉത്തരം: ഏലാ താഴ്വര. ഒമ്പതാമത്തെ ചോദ്യം: സെഖര്യാ പുരോഹിതൻ്റെ കൂറ് ഏതായിരുന്നു? ഉത്തരം: അബിയാക്കൂർ. പത്താമത്തെ ചോദ്യം: അവകാശം ഉള്ളവൻ വരുവോളം ചെങ്കോൽ നീങ്ങിപ്പോകാത്തത് ആരുടെ? ഉത്തരം: യഹൂദായുടെ. 11ാമത്തെ ചോദ്യം: എങ്ങനെ നിന്ന സഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ? ഉത്തരം: ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കുന്നവൻ. 12ാമത്തെ ചോദ്യം: എവിടെ വെച്ചാണ് യഹോവ ആദ്യമായി ഇസ്രായേലിന് ചട്ടവും പ്രമാണവും നിശ്ചയിച്ചത്? ഉത്തരം: മാറായിൽ വെച്ച്. 13ാമത്തെ ചോദ്യം: സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് പാർത്ത സഭ ഏത്? ഉത്തരം: പെർഗമോസ്. 14ാമത്തെ ചോദ്യം: യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ അവസാനമായി വിളിച്ചുകൂട്ടി അവരോട് സംസാരിച്ചത് എവിടെ വെച്ച്? ഉത്തരം: ഷേഖേമിൽ വെച്ച്. 15ാമത്തെ ചോദ്യം: പീലിപ്പോസിൻ്റെ ജന്മദേശം ഏത്? ഉത്തരം: ബത്സയിദ. ഈ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ.